ഹലോ സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഒരു ചെറിയ കവിതയാണ് പരിചയപ്പെടുന്നത്. ദ റോഡ് നോട്ട് ടേക്കൺ. ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ലോക പ്രസിദ്ധമായിട്ടുള്ളൊരു സാഹിത്യകാരൻ തന്നെയാണ്, റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതി തന്നെയാണ് ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു വ്യക്തി നേരിടുന്ന തിരഞ്ഞെടുക്കലുകളുടെയും അവരുടെ ഫലപ്രാപ്തികളെയും കുറിച്ചിട്ടാണ് ഈ ഒരു കവിത ആഴത്തിൽ വ്യാഖ്യാനിക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് പെട്ടെന്ന് തന്നെ അടക്കാം. ഇതിലെ ഫസ്റ്റ് ലൈൻസ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസ. അതായത് ദറ്റ് ഈസ് ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ യെല്ലോ വുഡ് ആൻഡ് സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത് ആൻഡ് വൺ the one traveler long I stood and looked down one as far as I could to where it bent in the undergrowth. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ വരുന്നത്. അപ്പോൾ അതിലെന്താ പറഞ്ഞതെന്ന് നോക്കാം. ഇവിടെ രണ്ട് റോഡ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ ഈ ഒരു റോബർട്ട് ഫ്രോസ്റ്റ് മനോഹരമായിട്ടുള്ള പുല്ല് വിരിഞ്ഞ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോഴാണ് കവി രണ്ട് പാതകൾ അവിടെ കാണുന്നത്, അല്ലെങ്കിൽ വഴികൾ ഇങ്ങനെ തമ്മിൽ വേർപിരിഞ്ഞിട്ട് കാണുന്നത്. പിന്നെ യെല്ലോ വുഡ്, അതെന്താണ് ഇവിടെ ഈ ഒരു യെല്ലോ വുഡ് പോലെ. ഈ ഒരു യെല്ലോ വുഡ് മീൻ ചെയ്യുന്നത് അത് അപ്പോൾ ആ കവി പോകുന്ന ഒരു ടൈം ഓട്ടം സീസണാണ്, അതായത് ശരത്കാലമാണ്, ഇല പൊഴിയും കാലമാണ്. അപ്പം രണ്ട് വഴികളിലും ഇല ഇങ്ങനെ പൊഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എന്താ പറയുന്നത്? ആൻഡ് ബി വൺ ട്രാവലർ. അദ്ദേഹം ഒറ്റക്കായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ്? സോറി ഐ കുഡ് നോട്ട് ട്രാവൽ അല്ലേ. സോറി ഐ കുഡ് നോട്ട് ട്രാവൽ ബോത്ത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. ആ ഒരു രണ്ട് വഴികളുണ്ട്. അദ്ദേഹം ഒറ്റക്കായതുകൊണ്ട് തന്നെ രണ്ടിലേക്കും അറ്റ് എ ടൈം അദ്ദേഹത്തിന് പോകാൻ പറ്റത്തില്ല, ഒന്ന് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ സോറി എന്ന് പറയാൻ കാരണം കേട്ടോ. ഈ ഒരു സോറി പറയാൻ കാരണം അതുകൊണ്ടാണ്. എന്നിട്ട് അതിൽ തന്നെ ഫസ്റ്റ് വഴി അദ്ദേഹം നോക്കുന്നതാണെങ്കിൽ ആൻഡ് ലുക്ക്ഡ് ഡൗൺ വൺ ആസ് ഫാർ ആസ് ഐ കുഡ് ടുവേർഡ് ബെൻഡ് ഇൻ ദി അണ്ടർഗ്രോത്ത്. അപ്പോൾ ഫസ്റ്റ് വഴി നോക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താ? അദ്ദേഹം ഏറെ നേരം അതിനെ പരിശോധിക്കുകയാണ്. അവ രണ്ടിലും പരിശോധിച്ചിട്ട് ആദ്യത്തെ വഴിയെ ദൂരത്തേക്ക് ഇങ്ങനെ നോക്കി ആ ഒരു വഴിയുടെ ദിശ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസ പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ എന്താണെന്ന് നോക്കാം. Then took the other as just as a fair and having perhaps the better claim because it was grassy and wandered where. അപ്പം നെക്സ്റ്റ് ഇതിൽ പറയുന്നത് രണ്ടാമത്തെ വഴി അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ്. ദെൻ ടുക്ക് ദി അതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വഴിയിലാണ് ഉദ്ദേശിക്കുന്നത്. ആസ് ജസ്റ്റ് ഫെയർ, ഫെയറിനെ നമ്മൾ ബ്യൂട്ടിഫുൾ എന്നും പറയും കേട്ടോ. അപ്പം ഈ ഒരു രണ്ടാമത്തെ വഴിയും അത്രമേൽ ബ്യൂട്ടിഫുൾ തന്നെയാണ്. ഇത് ആദ്യത്തേനേക്കാൾ നല്ലതായിരിക്കാമെന്ന തോന്നലാണ് ഇപ്പോൾ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിനുള്ളത്. കാരണം അതിൽ കൂടുതൽ പച്ചപ്പും ഉപയോഗമില്ലാത്തതുള്ള കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് പോണ്ടഡ് പിയർ. ഓക്കെ, ഈ ഒരു സ്റ്റാൻസ് ചെന്ന് നിൽക്കുന്നത് തോ ആസ് ഫോർ ദാറ്റ് ദ പാസിംഗ് ദ ഹാഡ് വോണ്ട് ദം റിയലി അബൌട്ട് ദി സെയിം. അപ്പം ഇതാണ് സെക്കൻഡ് സ്റ്റാൻസ വരുന്നത്. നേരത്തെ രണ്ടാമത്തെ വഴി ചൂസ് ചെയ്യുന്നുണ്ടല്ലോ, അവിടുന്ന് മുതൽ ഈ ഒരു സെയിം വരെയാണ് സെക്കൻഡ് സ്റ്റാൻസ വരുന്നത്. എന്താണ്? അദ്ദേഹം ഈ ഒരു രണ്ടാമത്തെ വഴി നല്ലതായിരിക്കാമെന്ന തോന്നലിലൂടെ ചൂസ് ചെയ്യാൻ നിൽക്കുകയാണ്. കാരണം അവിടെ പച്ചപ്പ് ഹരിതാഭവുമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നുന്നത്. പക്ഷെ പിന്നീട് യഥാർത്ഥത്തിൽ രണ്ടും ഒരുപോലെ എന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ദാറ്റ് ഈസ് സോ ആസ് ഫോർ ദാറ്റ് ദ പാസിംഗ് ദ ഹാഡ് വോണ്ട് ദം റിയലി അബൌട്ട് ദി സെയിം. ഈ ഒരു ലൈൻസാണ് അദ്ദേഹത്തിന് പിന്നീട് എന്ത് മനസ്സിലാക്കുക? ഈ ഒരു രണ്ട് വഴികളും ഒരുപോലെ തന്നെ സാമ്യമുള്ളവയാണ്. അപ്പം ഈ ഒരു വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ അത്യന്തം ശ്രദ്ധാപൂർവം ആ ഒരു വഴിയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയാണ് ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ് നമുക്ക് നോക്കാം. ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ് ഈക്വലി ലേ ഇൻ ലീവ്സ് നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക് and
I cut the first for another day, yet knowing how way leads on to way. I doubted if I should ever come back. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റാൻസയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നിങ്ങൾ നോക്കൂ, ആൻഡ് ബോത്ത് ദാറ്റ് മോർണിംഗ് ഈക്വലി ഇല്ലേ, ആ ദിവസം രാവിലെ, മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ, ആ ഒരു രണ്ട് വരികളും ഒരുപോലെ ആയിരുന്നു. ഈക്വലി ഇല്ലേ, ഒരുപോലെ ആയിരുന്നു. ബിക്കോസ് ഇൻ ലീവ്സ് നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബ്ലാക്ക്. അതായത് എന്താണ്, ഈ രണ്ട് വഴികളും ആളുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അവിടെ വീണിരിക്കുന്ന ആ ഒരു ലീവ്സ് ഉണ്ടല്ലോ, അത് ചതച്ചരക്കപ്പെട്ടിട്ടില്ല. ആരെങ്കിലും നടന്നാലാണല്ലോ ആ ഇലകൾക്കൊക്കെ മോശം വരുന്നത്. അപ്പം അത് നോക്കുന്നതാണെങ്കിൽ അധികം ആരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെയാണ് ഈ ഒരു കവി ആദ്യത്തെ വഴി ഒന്നും കൂടെ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത്. ഐ കെപ്റ്റ് ദി ഫസ്റ്റ് ഫോർ അനദർ ഡേ അല്ലേ, വീണ്ടും പരീക്ഷിക്കാമെന്ന് കരുതുന്നതാണ് അദ്ദേഹം ആ ഒരു ആദ്യത്തെ വഴി. പക്ഷേ ജീവിതത്തിലെ ഓരോ തീരുമാനവും മറ്റെന്തോ പുതിയ വഴികളെ തുറന്നു കൊടുക്കുമെന്ന് ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ ഈ ഒരു തിരഞ്ഞെടുത്ത വഴിയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തീരുമാനം. യെറ്റ് നോയിങ് ഹൗ വേ ലീഡ്സ് ഓൺ ടു വേ, ഐ ഡൗട്ടഡ് ഇഫ് ഐ ഷുഡ് എവർ കം ബാക്ക്. അതായത് അവൻ ആദ്യത്തെ വഴി തിരിച്ച് കാണാൻ കഴിയുമോ എന്ന സംശയം ഉള്ളിൽ ബാക്കിയാക്കിക്കൊണ്ട് തന്നെ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാൻ നോക്കുകയാണ്. നെക്സ്റ്റ് ലൈൻ നോക്കാം. അവസാന ലൈനാണ് വരുന്നത്, സ്റ്റാൻസയാണ് വരുന്നത്. I shall be telling this with a sigh. Somewhere ages and ages hence, two roads diverged in a wood, and I took the one less travelled by, and that has made all the difference. അപ്പോൾ എന്താണ് ഈ ഒരു എൻ്റെ സ്റ്റാൻസ പറയുന്നത്, വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് ഒരു ഉച്ഛ്വാസത്തോടെ, സൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഉച്ഛ്വാസം അല്ലെങ്കിൽ നെടുവീർപ്പോടെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കവി പറയാണ്, ഈ ഒരു രണ്ട് വഴികളിലൂടെ ഒന്ന് തിരഞ്ഞെടുത്തതിലൂടെ അവൻ്റെ ജീവിതത്തിൽ കുറേ അധികം മാറ്റങ്ങൾ വന്നു പോയെന്ന് ഈ ഒരു ലാസ്റ്റ് സ്റ്റാൻസയിൽ കവി പറയുന്നുണ്ട്. ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ വുഡ് ആൻഡ് ഐ ടു ദി വൺ ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് അല്ലേ. ഈ ഒരു സ്റ്റാൻസ് എന്താ പറയുന്നത്, ആ ഒരു രണ്ട് വഴികളിൽ ഒന്ന് തിരഞ്ഞെടുത്തതിലൂടെ എൻ്റെ ജീവിതം അത്രത്തോളം മാറിപ്പോയിട്ടുണ്ട്. അവനെടുത്തിട്ടുള്ള അതിരുകളില്ലാത്ത വഴിയാണ് അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതെന്നാണ് കവി ഇതിലൂടെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതൊരു ഇന്നർ മീനിങ് ആയിട്ടുള്ളൊരു കവിതയാണ്. ഇതിൽ പലതരത്തിലുള്ള അർത്ഥതലങ്ങളാണ് വരുന്നത്. ഇൻ കേസ് ഇതിൻ്റെ മുഖ്യ സന്ദേശം അല്ലെങ്കിൽ തീം അല്ലെങ്കിൽ അതിൻ്റെ മോറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോയ്സാണ്. നമ്മൾ ജീവിതം തിരഞ്ഞെടുപ്പുകളാൽ നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരിക്കൽ തിരഞ്ഞെടുത്ത വഴിക്ക് തിരിച്ചു പോകാനാവില്ല എന്ന് കവി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ട്രാവൽഡ് പാത്ത്. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വൺ ലെസ് ട്രാവൽഡ് ബൈ എന്ന്. അപ്പം ഇവിടെ ലെസ് ട്രാവൽഡ് പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ജീവിതത്തിൽ സാധാരണയല്ലാത്ത വഴികൾ തിരഞ്ഞെടുത്താൽ അതിന് വലിയ മാറ്റങ്ങൾ പരിണാമങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ. പിന്നെ വരുന്നത് ഡിസിഷൻസ്, നമ്മളുടെ ഡിസിഷൻസും അതിൻ്റെ കോൺസിക്വൻസാണ്. ഓരോ തീരുമാനവും നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്, അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഇദ്ദേഹം രണ്ട് വഴികളുണ്ടായിരുന്നു, ഒന്ന് മാത്രമേ ഇദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളൂ, മറ്റേ വഴി അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കും വരാം. തിരഞ്ഞെടുക്കാത്ത അവസരങ്ങളും വഴികളും ജീവിതത്തിൽ വലിയ വസ്തുതകളായിട്ട് തന്നെ മാറിയേക്കാം അല്ലേ. ഒന്നെങ്കിൽ ചിലപ്പം നമ്മൾ തിരഞ്ഞെടുത്ത ആ ഒരു വഴി നമുക്ക് അത്ര വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല, കാരണം വലിയ ഓപ്പർച്യൂണിറ്റീസ് നൽകിയിട്ടില്ല. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കാത്ത വഴികൾ നമ്മളെ കാത്തിട്ട് പല ഓപ്പർച്യൂണിറ്റീസും നിൽക്കുന്നുണ്ടാവും. പക്ഷെ അത് നമ്മൾ ചൂസ് ചെയ്തില്ല. അങ്ങനെ കുറച്ച് പോയറ്റിക് ആയിട്ടുള്ള മീനിങ്ങിലാണ്
അദ്ദേഹം ഈ ഒരു കവിത രചിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു കവിതേൻ്റെത് എന്ത് തീരുമാനിക്കുമ്പോഴും നമ്മൾ അതിൽ എപ്പോഴും ഉറച്ച് തന്നെ നമ്മുടെ വിശ്വാസത്തോടുകൂടെ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. അത് നമ്മുടെ ഭാവിയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം അല്ലേ. അതിലുണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ വരുന്നത് വൈ ഡസ് ദ പോയറ്റ് കോൾ ദ വുഡ് യെല്ലോ വുഡ്. അപ്പം വുഡിനെ യെല്ലോ വുഡ് എന്ന് പോയറ്റ് വിളിക്കാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് വുഡിനെ യെല്ലോ വുഡ് എന്ന് വിളിക്കാൻ കാരണം. എന്താണ്, അതൊരു ഓട്ടം സീസൺ ആണല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം. അവിടെ ലീവ്സ്, ആ ഒരു ഓട്ടം സീസണിലെ ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യെല്ലോ ആയിരിക്കും അല്ലേ. അത് നമ്മുടെ ഇവിടെ അധികം കാണാറില്ല. അങ്ങനെ ഫോറിൻ കൺട്രീസിലൊക്കെ നമുക്ക് ചിത്രത്തിൽ കാണാം. അധികം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഇല പൊഴിയും സീസണിൽ അവിടെയൊക്കെ മഞ്ഞ നിറഞ്ഞിട്ടുള്ള ഇലകളായിരിക്കും ഉണ്ടാകുന്നത്. രണ്ടാം നോക്കുക, ഹൂ ഈസ് ദ ട്രാവലർ, വൈ ഡസ് ഹി ഫീൽ സോറി. അപ്പം ഈ ഒരു ഫീൽ സോറി ഞാൻ കവിത പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന് 2 റോഡുകളും തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ്. ഹി ക്യാൻ ട്രാവൽ ബോത്ത് ദ റോഡ്സ്. ഇവിടെ ട്രാവലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, നമ്മുടെ ഈ ഒരു പോയറ്റ് തന്നെയാണ്, റോബർട്ട് ഫ്രോസ്റ്റിനെ തന്നെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വൈ ഡസ് ദി പോയറ്റ് ലുക്ക് ഡൗൺ ദി റോഡ് ആസ് ഫാർ ആസ് ഹീ ക്യാൻ സീ. എന്തുകൊണ്ടാണ് ഈ ഒരു പോയറ്റ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്ര ദൂരത്തേക്ക് ഇങ്ങനെ ആ ഒരു വഴികളെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണ് മുൻപോട്ടുള്ള ആ ഒരു വഴി കാണിക്കുന്നത് എന്ത്, ദാറ്റ് ഈസ് ടു നോ വാട്ട് ലൈസ് അഹെഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻസ് ടു എക്സ്പ്ലെയിൻ ദ ഫ്രേസ് ബെൻഡ് ഇൻ ദ അണ്ടർഗ്രോത്ത്. അതായത് ബെൻഡ് ഇൻ ദ അണ്ടർഗ്രോത്ത് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കറക്റ്റ് ഓപ്ഷന് താഴെ തന്നിരിക്കുന്നതെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ഫ്രേസ് മീൻസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഡോട്ട് ഇട്ടിട്ടുണ്ട്, അത് ഫില്ലപ്പ് ചെയ്യണം നമ്മുടെ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, ദർ വർ ബുഷസ്. അപ്പോൾ എന്താണ് ദർ വർ ബുഷസ് എന്ന് പറയുന്നുണ്ട് അല്ലേ, അവിടെ കുറ്റിക്കാടുകൾ ഉണ്ടായിരുന്നു. അതാണോ ബെൻഡ് ഇൻ ദ അണ്ടർഗ്രോത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്? അല്ല അല്ലേ, അതിന് പ്രത്യേകിച്ച് ഒരു ഇന്നർ മീനിങ് ഇല്ല, അപ്പോൾ അതല്ല. ആൻഡ് വൺ കുഡിൻ സീ ബിയോണ്ട് അറ്റ് എ പോയിന്റ്. വൺ കുഡിൻ സീ ബിയോണ്ട് അറ്റ് എ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏതൊരാൾക്കും ഒരു പോയിന്റിനപ്പുറം കാണാൻ പറ്റില്ല എന്നാണ് ഈ ഒരു വൺ കുഡിൻ സീ ബിയോണ്ട് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഈ ഒരു ബെൻഡ് ഇൻ ദ അണ്ടർഗ്രോത്തുമായിട്ട് സാമ്യമുണ്ടോ? നെക്സ്റ്റും കൂടി നോക്കിയിട്ട് നമുക്കത് പരിഗണിക്കാം അല്ലേ. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം, ദ റോഡ് വാസ് ഗ്രാസി ആൻഡ് ഫുൾ ഓഫ് ലീവ്സ്. അപ്പോൾ എന്താണ്, ആ ഒരു റോഡ് ഫുള്ളും ഗ്രാസി, അതായത് പുല്ലുകളാൽ നിറഞ്ഞതും കൂടാതെ എന്താണ് ലീവ്സ് ഉള്ളതാണ്, ഇലകൾ പൊഴിഞ്ഞതുമാണെന്നാണ്. അപ്പം കൂടുതലും ഇന്നർ മീനിങ് വരുന്ന ഏതായിരിക്കും അല്ലേ, രണ്ടാമത്തതാണ് വരുന്നത് ഇതിന്. അപ്പോൾ രണ്ടാമത്തെ ഇതാണ് ആൻസറായിട്ട് വരുന്നത്. വൺ കുഡിൻ സീ ബിയോണ്ട് എ പോയിന്റ്. ഒരാൾക്കും ഒരു പോയിന്റ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് അത്രത്തോളം ഉള്ളിലേക്കായി കാണാൻ പറ്റത്തില്ല. അതാണ് ബെൻഡ് ഇൻ ദ അണ്ടർഗ്രോത്ത് കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഡസ് ദി പോയറ്റ് ടേക്ക് ദ റോഡ് ദാറ്റ് ഹി വാസ് ലുക്കിംഗ് അറ്റ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഒന്നാം ഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഖണ്ഡികയിൽ നോക്കിയിരുന്ന വഴി കവി സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന്. ഡസ് ദി പോയറ്റ് ടേക്ക് ദ റോഡ് ദാറ്റ് ഹി വാസ് ലുക്കിംഗ് അറ്റ് ദി ഫസ്റ്റ് സ്റ്റാൻസ എന്ന് സ്വീകരിച്ചിട്ടുണ്ടാവോ? ഇല്ല അല്ലേ, നോ. അപ്പം അദ്ദേഹം രണ്ടാമത്തെ റോഡാണ് തിരഞ്ഞെടുത്തതെന്ന് ആ ഒരു കവിതയിൽ തന്നെ വ്യക്തമാണ് അല്ലേ. ഹി ടേക്സ് ദി അതർ റോഡ്. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് നോ, ഹി ടേക്സ് ദി അതർ റോഡ് എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്, വൈ ഡസ് ദ അതർ റോഡ് ഹാവ് ബെറ്റർ ക്ലെയിം. എന്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു മറ്റേ റോഡിനെ മികച്ചതാവാൻ കാരണം?
ആ ഒരു രണ്ടാമത്തെ റോഡ് മികച്ചതാവാൻ കാരണം എന്താണെന്നായിരുന്നു. അതിനൊരു റീസൺ ആ ഒരു കവിതയിൽ തന്നെ കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗ്രാസി ആൻഡ് വോണ്ടഡ് വെയർ അല്ലേ. അതെന്തായിരുന്നു? ഗ്രാസി ആൻഡ് വോണ്ടഡ് വിയർ എന്ന്. അവിടെ ഒരു ഇന്നർ മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈ ഒരു വഴി എന്ന് സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതപാതയെ കുറിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതൊരു ശുഭപ്രതീക്ഷ നൽകുന്ന ആണ് ഈ ഒരു ഗ്രാസി കൊണ്ട്, പുല്ല്, ആ ഒരു പച്ചപ്പ് കൊണ്ട് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പച്ചപ്പ് തന്നെ ഇങ്ങനെ പച്ച നിറഞ്ഞ് നിൽക്കാൻ കാരണം തന്നെ ആ ഒരു റോഡ് അധികം അല്ലെങ്കിൽ ആ ഒരു വഴി അധികം ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അത് യൂസ് ചെയ്യാനുള്ള ഒരു ആകാംക്ഷയാണ് അദ്ദേഹത്തിന് ആ ഒരു സെക്കൻഡ് വഴി ഓപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യാൻ വേണ്ടി അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. പിക്ക് ഔട്ട് ദി ലൈൻസ് വിച്ച് സേ ദാറ്റ് ബോത്ത് ദ റോഡ്സ് ലുക്ക്ഡ് സിമിലർ ദാറ്റ് മോർണിംഗ്. അപ്പം നമ്മുടെ കവിതയിൽ നിന്ന് പിക്ക് ചെയ്യാനാണ് ഒരു ലൈന്. എന്ത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ലുക്ക്ഡ് സിമിലർ ദാറ്റ് മോർണിംഗ്. മോർണിംഗിൽ സിമിലർ ആയിരുന്ന കാരണം വ്യക്തമാക്കുന്ന വരികൾ നമ്മുടെ കവിതയിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കവിതയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബോത്ത് ദാറ്റ് മോർണിംഗ് ഈക്വലി ലേ ഇൻ ലീവ്സ് നോ സ്റ്റെപ്പ് ഹാഡ് ട്രോഡൻ ബാക്ക് എന്ന്. അപ്പോൾ കവിത ഒന്നും കൂടി നോക്കുന്നതാണെങ്കിൽ ഇതാ ഇവിടെ അല്ലേ. Both that morning equally lay in leaves no step had trodden back. ഇതാണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി 8th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വേ ലീഡ്സ് ഓൺ ടു വേ മീൻസ്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന വേ ലീഡ്സ് ഓൺ ടു വേ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അതിൻ്റെ ഓപ്ഷൻസ് ആ താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിൽ ഏതാണെന്ന്. ദർ ആർ മെനി റോഡ്സ് അഹെഡ്. എന്താണ്? അവിടെ കുറേയധികം റോഡ്സ്, മുൻപോട്ട് നോക്കുമ്പോൾ കുറേയധികം റോഡ്സ് ഉണ്ടെന്ന്. ഒരു ദിവസം അപ് ഹിൽ റോഡ്. എന്താണ് ആ ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ, അപ് ഹില്ലായിട്ടുള്ള വഴിയാണ് അല്ലേ, മുകളിലേക്ക്, കുന്നിൻ മുകളിലേക്ക് പോകുന്ന പോലുള്ള വഴിയാണ്. ആൻഡ് വൺ റോഡ് ജോയിൻസ് അനദർ റോഡ് അഹെഡ്. ഇവിടെ എന്താ വരുന്നത്? ഒരു റോഡ് മറ്റൊരു റോഡിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെന്നാണ്. വൺ റോഡ് ജോയിൻസ് അനദർ റോഡ് അഹെഡ്. മുൻപോട്ട് പോകുന്തോറും ഒരു വഴി മറ്റൊരു വഴിയെ ജോയിൻ ചെയ്ത് അങ്ങനെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു വേ ലീഡ്സ് ഓൺ ടു വേ അല്ലേ. ഇവിടെ വേ എന്ന് കാണിക്കുന്നുണ്ട്. എന്തോ ഒരു വേ മറ്റൊരു വേ, അങ്ങനെ തന്നെയല്ലേ മീനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ എന്താ വരുന്നത്? വൺ റോഡ് ജോയിൻസ് അനദർ റോഡ്. അതായത് ഈ ഒരു റോഡ് ഇവിടെ ജോയിൻ ചെയ്യുന്നു വഴി, പിന്നെ ഇത് ഇവിടെ ജോയിൻ ചെയ്യുന്നു, ഈ ഒരു റോഡ് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു എൻറ്റയർ വേ മറ്റൊരു വേനെ തന്നെ ജോയിൻ ചെയ്യുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം തേർഡ് വണ്ണാണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വാട്ട് ഹാസ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ്. വാട്ട് ഹാസ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ വ്യത്യാസവും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്തായിരുന്നു? എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാക്കാൻ കാരണം എന്താണ്? അതായത് അത് അവരവരുടെ ചോയ്സാണ് അല്ലേ, അവരവരുടെ ഡിസിഷൻസാണ്. ഇവിടെ പോയറ്റിൻ്റെ ഡിസിഷനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതപാതയിൽ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതാ ഹിസ് ഡിസിഷൻ അല്ലെങ്കിൽ ഹിസ് ചോയ്സ് എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം കേട്ടോ. ഹിസ് ചോയ്സ് ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് റെഫർ ടു. ഇവിടെ ദാറ്റ് എന്നുകൊണ്ട് അർത്ഥാക്കുന്നത് എന്തെന്നാണ്. അപ്പം ഈ ഒരു ദാറ്റ് ഞാൻ കവിതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കവിതയിൽ എവിടെയായിരുന്നു ദാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്? ദാറ്റ് ഈസ് ഈ ഒരു അതർ റോഡ് ടുക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം എന്താണ് ഒരു ഡിസിഷൻ ടു ടേക്ക് ദ അതർ റോഡ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് അദ്ദേഹം ആ ഒരു ദാറ്റ് അല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റുന്നത് ആ ഒരു അനദർ റോഡിനെ അദ്ദേഹം ചൂസ് ചെയ്യുമ്പോഴാണ് അവിടെ അത് വ്യക്തമാവുന്നത് കേട്ടോ. ദാറ്റ് ഈസ് വാട്ട് ഡസ് ദാറ്റ് റെഫർ ടു.
ദാറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതർ റോഡിനെ ചൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഹിസ് ഡിസിഷൻ ടു ടേക്ക് ദി അതർ റോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയൊരു കവിതയാണ് വരുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ തന്നെ. ഇതിൻ്റെ ഇന്നർ മീനിങ് ആണ് കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ എക്സാക്റ്റ് മീനിങ് വെച്ചിട്ട് ഇതിനെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കവിതേൻ്റെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിലെ നിർണായക തിരഞ്ഞെടുപ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.